നാലാം ട്രാക്കിന്റെ പടിഞ്ഞാറ് സൈഡിൽ കിടക്കുന്ന വള്ളങ്ങൾ ഫൈനൽ മത്സരം നടക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ഈ ട്രാക്കിലൂടെ മുന്നോട്ട് പോകരുത്. ഒന്നാം ട്രാക്കിൽ മത്സരിച്ച വള്ളം ഒന്നാം ഗീസിൽ മത്സരിച്ച വള്ളം ഒന്നാം ട്രാക്കിലൂടെ, രണ്ടാം ഗീസിൽ മത്സരിച്ച വള്ളം രണ്ടാം ട്രാക്കിലൂടെ, മൂന്നാം ഗീസിൽ മത്സരിച്ച വള്ളം മൂന്നാം ട്രാക്കിലൂടെ, നാലാം ഗീസിൽ മത്സരിച്ച വള്ളം നാലാം ട്രാക്കിലൂടെ കടന്നു വരികയാണ്. അതൊരു പുതുമയായിരുന്നു, അതൊരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ സ്റ്റാർട്ടിംഗ് ആയിട്ടില്ല. ജനലക്ഷങ്ങൾ റെഡിയായിട്ടിരിക്കുകയാണ്. അല്പം ബുദ്ധിമുട്ടാണ്. ആരാണിക്കുറി നയിക്കുക, ആരാണിക്കുറി ജയിക്കുക, ആരാണിത്ര ഈ ഇത്തവണ ഈ വർണ്ണമുത്തം ഇടുക, ഈ നെഹ്റു ട്രോഫിയില് നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിച്ചുണ്ടൻ ആര് നെഞ്ചോടടുക്കി കൊല്ലത്തേക്ക് പോകുമോ, കുമരകത്തേക്ക് പോകുമോ, അല്ലെങ്കിൽ കുട്ടമംഗലത്തേക്ക് പോകുമോ, അതോ ഈ നാട്ടിലെ കൈനഗരിയിലേക്ക് പോകുമോ എന്നൊക്കെ നമ്മളിപ്പോ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതാ മത്സരത്തിന് വേദി ഒരുങ്ങി. ഇതാ ചീഫ് സ്റ്റാർട്ടർ BD ജോസഫ് അങ്ങനെ തയ്യാറാകുന്നു. 4 വള്ളങ്ങൾ 4 ട്രാക്കിൽ പടക്കുതിരയെ പോലെ തയ്യാറായി. വീരപടയാളിയേ എന്നൊരു വിളിയാണ്. ആ വിളിയോടുകൂടി അവരങ്ങനെ ഇടിച്ചു മിന്നിപ്പോകും. ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ മണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉസൈൻ ബോൾട്ട് മിന്നല് പോലെ വാഞ്ഞു വന്നതുപോലെ ഈ 4 വള്ളങ്ങളിൽ ആര് വരും? അനാരി വരുമോ? ഒട്ടേർ കൈനകരി വരുമോ? ചെറുതന വരുമോ? ശ്രീഗണേശൻ വരുമോ? ഇതാ കാണികളെ, നമുക്ക് ആവേശഭരിതരായി അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കാം. വെള്ളത്തുള്ളികളെ സാക്ഷി നിർത്തി, പുന്നമടയെ സാക്ഷി നിർത്തി, ഇളകി മറിയുന്ന ജനാവലിയെ സാക്ഷി നിർത്തി 60ാമത് ജലോത്സവം ഇതാ ഫൈനലിലേക്ക് നീങ്ങുകയാണ്. മത്സരത്തിന്റെ അന്ത്യകലാശത്തിലേക്ക് എത്തുകയാണ്. കുട്ടനാടിന്റെ കരുത്ത്, കുമരകത്തിന്റെ കരുത്ത്, കൊല്ലത്തിന്റെ കരുത്ത്, അങ്ങനെ കരുത്തുകളുടെ ഒരു പ്രകടനമാണ് നടക്കുന്നത്. തത്തമ്പള്ളിയുടെ വീരപുത്രനായ സജി സുനിൽ ജയിക്കബ് ജോസഫ് വഞ്ചിക്കൽ നയിക്കുന്ന ആ അനാരി പുത്തൻചുണ്ടൻ കൊല്ലൻ ജീസസ് ബോട്ട് ക്ലബിന്റെ കൈകളിൽ ഭദ്രമായിരിക്കുമോ? ഒരു ചോദ്യം. UBC കൈനകര് പല കാലത്തെ പരാജയത്തിന് പകരം വീട്ടാൻ ഇക്കുറി ജീവൻ മരണ പോരാട്ടം നടത്തുമോ? നമുക്ക് കണ്ടറിയാം. കൊമരകം ബോട്ട് ക്ലബ്ബ്, അവര് കൊമരകക്കാര്, അവര് വടക്കൂന്ന് ആ കായലിന്റെ പശ്ചാത്തലത്തിൽ വന്നിട്ട് പുന്നമടക്കായലിൽ ചരിത്രം സൃഷ്ടിക്കുമോ? നമുക്കിതാ നോക്കി നിൽക്കാം. കൈനകരി വീണ്ടും ഫ്രീഡം ബോട്ട് ക്ലബ്ബ്, അത് ശ്രീഗണേശന് എല്ലാവർക്കും ഭയമാണ്. 2006 4 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് ഈ മുട്ടമടയിലൂടെ ഫിനിഷിംഗ് പോയിന്റ് ഇടിമിന്നല് പോലെ കടന്നുപോയ വള്ളവും മത്സരിക്കുകയാണ്. ഇതുവരെ വള്ളം വിട്ടിട്ടില്ല. കാരണം അങ്ങനെ പെട്ടെന്ന് വിടുന്നവർ ജനമല്ലിത്. കാരണം ജനങ്ങളുടെ മുഴുവൻ മനസാക്ഷിയാണ്. കാരണം ആര് ജയിക്കും പിടയുകയാണ് അവരുടെ നെഞ്ചകം. ഈ ജലരാജാക്കന്മാര്, ഈ ജലചക്രവർത്തിമാര്, ഈ ജലരാജവീരന്മാര്, അവര് 4 പേരും കേരളത്തിലെ എണ്ണം പറഞ്ഞ ജലരാജാക്കന്മാരാണ്. ഈ പുന്നമടയിലും തത്തമ്പള്ളിയിലും ആലപ്പുഴയിലുമുള്ള വള്ളംകളി പ്രേമികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ റേഡിയോയുടെ ശബ്ദവീതികൾ എവിടെയെല്ലാം എത്തുന്നു അവിടെയുള്ള വള്ളംകളി പ്രേമികളെ കാതുകൂർപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ സുന്ദരമായ മുഹൂർത്തം. സായം സന്ധ്യ വീണ് കഴിഞ്ഞു. രജനി അതാ പതുക്കെ പതുക്കെ കടന്നു വരുന്നു. ഇരുട് പതുക്കെ പരക്കുന്നുണ്ട്. പക്ഷെ കുട്ടനാടിന്റെ വീര്യം മറക്കുന്നില്ല. കുട്ടനാടിന്റെ തുടക്കരുത്ത് പ്രശ്നമല്ല, അവന് സമയം ഒരു പ്രശ്നമല്ല, കാലാവസ്ഥ ഒരു പ്രശ്നമല്ല, പ്രതിബന്ധം ഒരു പ്രശ്നമല്ല, പ്രതികൂലം ഒരു പ്രശ്നമല്ല. അവൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ ഐലൻഡിൽ നിന്നും അക്കരയോട്ട് കടക്കണമെങ്കിൽ ഇനി എത്ര നേരം ബോട്ട് നോക്കി നിൽക്കണം. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ആരിത്തോണ ജയിക്കും, ആര് ഈ വെള്ളിക്കപ്പിൽ വർണ്ണമുത്ത വിടും, അതൊന്നും ഞങ്ങൾക്കറിയണം. ഇപ്പോഴും വള്ളം വിട്ടിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? ഏറ്റവും വേഗതയേറിയ ജലരാജാക്കന്മാരെ നോക്കുക. 1 മിനിറ്റിൽ 90 തുഴ വീഴണം. അങ്ങനെ 450 തുഴ 5 മിനിറ്റ് കൊണ്ട് തുഴഞ്ഞു വന്നിരിക്കുക ഈ വള്ളങ്ങൾ. ഏതാണ്ട് 1210 മീറ്റർ. അപ്പോൾ അവരുടെ ആ സ്പിരിറ്റ്, അവരുടെ ആ സ്പ്രിംഗ് ആക്ഷൻ, അവരുടെ ആ നീട്ടി തുഴച്ചിൽ, അവരുടെ ആ കടൽക്കുത്ത്, അവരുടെ ആ കായൽക്കരുത്ത്, അവരുടെ ആ കുട്ടനാടൻ ചൈതന്യം, അതൊന്നും UBC മറന്നിട്ടില്ല. ഫ്രീഡം ബോട്ട് ക്ലബ്ബ് മറന്നിട്ടില്ല. കൊമരകം മറന്നിട്ടില്ല. കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബ് മറന്നിട്ടില്ല. 4 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് അവർ മുന്നോട്ട് പോയെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുക. ഈ 4 മിനിറ്റ് 44 സെക്കൻഡ് റെക്കോർഡ് ഇതുവരെ ഭേദിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ആവേശം മുറ്റി നിൽക്കുകയാണ്, ഉദ്വേഗം മുറ്റി നിൽക്കുകയാണ്, ആവേശത്തിന് മുൾമനെ നിൽക്കുകയാണ്. ആര് ജയിക്കും, ആര് തോക്കും? ഇതൊരു ഒരുപാട് രീതിയിൽ കാര്യങ്ങൾ നടത്തി ഇതാ വള്ളം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 4 വള്ളങ്ങൾ ഒരുപോലെ, ആനാരിയും കുട്ടേൽ കൈനകരിയും ചെറുതനെയും ശ്രീഗണേശനും സുനിൽ ജോസഫ് വഞ്ചിക്കൽ തത്തമ്പള്ളി നയിക്കുന്ന കൊല്ലം ജീസസ് ബോട്ട് ക്ലബിന്റെ ആനാരി UBC കൈനകരിയുടെ മുട്ട
റൺസ് ചാക്കോ നയിക്കുന്ന മുട്ടയേൽ കൈനകരി, കൊമരകം ബോട്ട് ക്ലബിന്റെ കെ ഹരികുമാർ നയിക്കുന്ന ചെറുതല, ശ്രീരീഡം ബോട്ട് ക്ലബ്ബ് കൈനകരിയുടെ ജിജി ജയിക്കപ്പ് നയിക്കുന്ന ശ്രീഗണേശൻ, 4 ജലരാജാക്കന്മാര് ഒരുപോലെ കുതിച്ച് മുന്നോട്ട് വരികയാണ്. ഇതാ സുന്ദരമായി ജലത്തുള്ളികളെ കീറി മുറിച്ചുകൊണ്ട് 4 പേരും ബില്ലിൽ നിന്ന് തൊടുത്തുവിട്ട ശരം പോലെ ഇതാ വെടിയുണ്ട പോലെ കുതിച്ച് പായുകയാണ്. ചാട്ടുളി പോലെ പുളി ചാണ്ടുന്നത് പോലെ അവരങ്ങനെ ജലത്തുള്ളികളെ വർണ്ണത്തിലെ കീറി മുറിച്ചുകൊണ്ട് ഉന്നമടയിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് ചിറക് വെച്ച സർപ്പങ്ങളെ പോലെ, കരിനാഗങ്ങളെ പോലെ, തങ്കനാഗങ്ങളെ പോലെ അനേക ലക്ഷം ജനങ്ങളുടെ അകമ്പടി ആരവവും ഏറ്റുവാങ്ങിക്കൊണ്ട് നെഞ്ചകങ്ങളിലെ ഈ പെരുമ്പടപ്പ് മുഴക്കിക്കൊണ്ട് പെരുമ്പറ മുഴക്കിക്കൊണ്ട് 4 ജലരാജാക്കന്മാരെ കുതിച്ചു വരുന്നു. 1-ാം ട്രാക്കിലൂടെ ആനാരി അമ്പാരി മുഴക്കി വരികയാണെങ്കിൽ മുട്ടയേൽ കൈനകരി അങ്ങനെ തത്തി കയറി വരുമ്പോൾ ചെറുതനെ അങ്ങനെ ചെറുമത്സ്യം പോലെ കുതിച്ചു പായുമ്പോൾ ശ്രീഗണേശൻ, ആ ഗണേശന്റെ പേര് അവിഘ്നപ്പെട്ടവനങ്ങനെ കുതിച്ചു വരികയാണ്. അങ്ങനെ ഗണേശ നീ കൊണ്ടുപോകുമോ? ചെറുതനെ നീ മുത്തമിടുമോ? മുട്ടയേൽ കൈനകരി നീ മുത്തമിടുമോ? ആനാരി ഇതാ എന്റെ മാന്യ ശ്രോതാക്കളെ, റേഡിയോയുടെ ശബ്ദം കേൾക്കുന്നവരെ, ഇതാ കുട്ടനാടിന്റെ കരുത്തിന്റെ ശബ്ദം, കുട്ടനാടിന്റെ മെയ്ക്കരുത്തിന്റെ ശബ്ദം. അങ്ങനെ ആനാരിയും മുട്ടയേൽ കൈനകരിയും ചെറുതനെയും ശ്രീഗണേശനും ഇഞ്ചോടിഞ്ച് കട്ടയ്ക്ക് ചരട് കെട്ടിപ്പിടിച്ചതുപോലെ 1 സെന്റിമീറ്റർ പോലും വിടാതെ ഇടിമിന്നൽ പോലെ കടന്നു വരുന്നു. 1984 ലോസ് ആഞ്ചലസിലെ PT ഉഷയ്ക്ക് 100 സെക്കൻഡിന്റെ 4ാം സ്ഥാനം പോയെങ്കിൽ ഇവിടെ അതിനേക്കാളും 10,000-ലൊന്ന്, ലക്ഷത്തിലൊന്നല്ല, ഇതാ 4 വള്ളങ്ങൾ ഒരുപോലെ കടന്നു വരികയാണ്. ആനാരി സുനിൽ ജോസഫ് വഞ്ചിക്ക, നീ ജയിക്കുമോ? റൺസിയാക്കോ ഇയാൾ ജയിക്കും, ഇദ്ദേഹം ജയിക്കുമോ? കൊമരകം ബോട്ട് ക്ലബ്ബ് ചെറുതനെയും കൊണ്ടുവരുമോ? ഫ്രീഡം ബോട്ടുകൾ ജിജി ജോക്കബ് മുന്നോട്ട് വരുമോ? 4 ക്ഷണക്കുട്ടന്മാര്, 4 ജലരാജാക്കന്മാരുടെ അങ്ങനെ കരിനാഗങ്ങളെ പോലെ ഇടിച്ചു കുത്തി വരികയാണ്. കരിമ്പനെ തീർത്ത കരിന്തട കൊണ്ട് കരിഞ്ചിറ കയറി 4 ജലരാജാക്കന്മാരെ 1000 കൈകളുള്ള കാർത്തവീരാർജുനനെ പോലെ ആനാരിയും മുട്ടയേൽ കൈനകരിയും ചെറുതനെയും ശ്രീഗണേശനും കുതിച്ചു വരികയാണ്. കുതിച്ചു പായുന്ന പടകുതിരയെ പോലെ, പന്തയക്കുതിരയെ പോലെ 4 വള്ളങ്ങൾ ഇതാ ഒരുപോലെ ആരാരെ കടത്തിവെട്ടും. 1-ാം ട്രാക്കിലൂടെ ആനാരി, 2-ാം ട്രാക്കിലൂടെ മുട്ടയേൽ കൈനകരി, 3-ാം ട്രാക്കിലൂടെ ചെറുതന, 4-ാം ട്രാക്കിലൂടെ ശ്രീഗണേശൻ. അയ്യടാ, എന്തൊരു വരവാണ്, എന്തൊരു സ്പിരിറ്റാണ്, എന്തൊരു ആവേശമാണ്. ബലാധിപത മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്ത പോലെ അവരെങ്ങനെ ഹാഞ്ഞു തുഴയുകയാണ്. ഇവർ അമൃത് കഴിച്ചിട്ടുണ്ടോ? ഇവർ സുന്ദരമായ രീതിയിൽ തുഴയുന്നു. ഇവർക്ക് ക്ഷീണമില്ലല്ലോ. എന്തൊരു വരവാണ്. സ്പ്രിംഗ് ആക്ഷൻ. അങ്ങനെ തുഴഞ്ഞു കൊത്തി വരികയാണ് 4 വള്ളങ്ങൾ. അയ്യടാ, ഇടിച്ചു മിന്നി വർണ്ണത്തുള്ളികൾ എരിച്ചുകൊണ്ട് ചില്ലിൻ കഷ്ണങ്ങളെ പോലെ വെള്ളത്തുള്ളികൾ വാരി കൊട്ടി കോരിയെറിഞ്ഞ് ഇടിനാദം മുഴക്കി ദിഗന്ധങ്ങൾ ഭേദിച്ചുകൊണ്ട് 4 ജലരാജാക്കന്മാര് കുതിച്ച് ഇങ്ങെത്തുകയാണ്. ചെറമുറി, നമ്മുടെ പ്രസിദ്ധമായ ചെറമുറിയിലേക്ക് അവര് 4 പേരിങ്ങി വരിക. 5 വെങ്കായങ്ങൾ, 4 യുണ്ടനാൽ 20 വെങ്കായങ്ങൾ ഒരച്ചക്രം പോലെ, എണ്ണയിട്ട യന്ത്രം പോലെ അങ്ങനെ കറങ്ങി വരികയാണ്. അതിമനോഹരമായ ഒരു തുഴച്ചിലാണ്. ശ്വാസം പിടിക്കുകയാണ്. 5 മിനിറ്റ് ശ്വാസപ്പെടുത്തമാണ്. 1210 മീറ്റർ നീളം അവരങ്ങനെ തുഴഞ്ഞ് അങ്ങനെ എഴഞ്ഞ് പാഞ്ഞു കുത്തി വരികയാണ്. ചുണ്ടൻ എത്തിപ്പിടിക്കുകയാണ്. ജലരാജ എന്തൊരു വരവാണ്. ആനാരി ചരിത്രം സൃഷ്ടിക്കുമോ? മുട്ടയേൽ കൈനകരി അതെ കഴിഞ്ഞ പോലെ ഇഞ്ചുകൾ വ്യത്യാസം പുറകെ പോയെങ്കിൽ ഇക്കുറി ചരിത്രം സൃഷ്ടിക്കുമോ? ചെറുതനയ്ക്ക് കൊണ്ട് അവനും അഴകേറിയ വള്ളമാണ്, അവനും സുന്ദരനാണ്. ശ്രീഗണേശൻ നീട്ടി വരിക്കുകയാണ് അവൻ. ഫ്രീഡം ബോട്ട് ക്ലബിന്റെ ജിജി ജയിക്ക് പൊള്ളയിൽ നയിക്കുന്ന ശ്രീഗണേശൻ 4-ാം ട്രാക്കിലൂടെ കുതിച്ചു വരുമ്പോൾ അങ്ങനെ സുന്ദരമായ വള്ളം ഇതാ എത്തിക്കഴിഞ്ഞു. ഇതാ ദിഗന്ധങ്ങൾ ഭേദിച്ചുകൊണ്ട് വള്ളംകളി പ്രേമികളുടെ നെഞ്ചകങ്ങളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് അതിമനോഹരമായി ഉഗ്രമായി അത്യുജ്വലമായി തുടഞ്ഞ് അങ്ങനെ തീറി മുറിച്ച് ഇരുളിനെ ഭേദിച്ച് 4 ജലരാജാക്കന്മാർ ശ്രീഗണേശൻ, ആനാരി, മുട്ടയേൽ കൈനകരി, ചെറുതന കുതിച്ചു വരികയാണ്. അയ്യോടാ, തങ്കനാഗം ഗണേശ നീങ്ങി പോരുകയാണോ? ഫ്രീഡം ബോട്ട് ക്ലബിന്റെ കൈനകരി നീങ്ങി പോരുകയാണോ? പറയാറായിട്ടില്ല. ഇടിച്ചു കുത്തി ശ്രീഗണേശൻ ജിജി ജയിക്ക പൊള്ളയിരുന്ന് ശ്രീഗണേശൻ ഇടിമിന്നൽ പോലെ വള്ളപ്പാട് അവനങ്ങനെ കുതിച്ച് ചരിത്രം സൃഷ്ടിച്ച് പടവെട്ടി മുന്നോട്ട് അങ്ങനെ അതിമനോഹരമായ തുഴഞ്ഞുകൊണ്ട് ശ്രീഗണേശൻ അതെ ഫ്രീഡം ബോട്ട് ക്ലബിന്റെ കൈനകരി ഫ്രീഡം ബോട്ട് ക്ലബിന്റെ ജിജി ജയിക്കപ്പോ വള്ളയിൽ നേതൃത്വം നൽകിയ വള്ളം ശ്രീഗണേശൻ തന്നെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി മിന്നൽ പോലെ കടന്നു പോവുകയാണ്. അങ്ങനെ സുന്ദരമായൊരു മത്സരത്തിന് ഇതാ തിരശ്ശീല വീണു. 60 വർഷം തികയുമ്പോൾ ഇതാ നെഹ്റു ട്രോഫിക്ക് മുത്തമിടുന്നത് ഇതാ മൈക്ക് ഞാൻ ശ്രീ ജയിച്ച